തഗ് ലൈഫ് ഒരു ഇമോഷണൽ ഡ്രാമ ആക്ഷൻ മൂവിയാണത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു ഗ്യാങ്സ്റ്റർ റിലേറ്റഡ് മൂവി എന്ന് എനിക്കൊരു 100% പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് നല്ല രീതിയിൽ പടം മേക്ക് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസുകളാണെങ്കിൽ കൊള്ളാം, സ്റ്റണ്ട് കൊറിയോഗ്രാഫി കൊള്ളാം. എക്സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ജോജുവിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ജോജു ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ പത്രോസായിട്ട് ചെയ്തിരിക്കുന്നത്. സോ ജോജു കമലഹാസനായിട്ടുള്ള ഒരു സീക്വൻസൊക്കെ നല്ല രസമായിട്ടാണ് സ്റ്റണ്ട് സീക്വൻസൊക്കെ എടുത്തേക്കുന്നത്. ഓവറോൾ പറയുകയാണെങ്കിൽ വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ട് കാണാൻ പറ്റിയാണ്. അത് മണിരത്നം സ്റ്റൈൽ മൂവിയാണ്. ആ ഒരു സ്ലോ ഫേസ് പടത്തിൽ ഓൾറെഡി ഉണ്ട്. ഒരു ഗ്യാങ്സ്റ്റർ റിലേറ്റഡ് സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കബാലി ടൈപ്പ് മൂവിയാണ്. പക്ഷേ ഇത് ടോട്ടലി പറയണം മണിരത്നത്തിൻ്റെ ഓവറോൾ സ്റ്റൈലാണ് പടത്തിൽ വന്നേക്കുന്നത്. അത് മേക്കിംഗ് ആണെങ്കിലും അതിൽ റഹ്മാൻ മ്യൂസിക് ആണെങ്കിലും എല്ലാം ആ രീതിയിൽ തന്നെയാണ് കയറി വന്നേക്കുന്നത്. കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിൾ ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളതൊന്നും നമുക്ക് കിട്ടിയില്ല. എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്ന ബട്ട് സ്റ്റിൽ ഇല്ല. കമലഹാസൻ സിംബു കോംബോ ഒക്കെ നല്ല നമുക്ക് കണ്ടിരിക്കാൻ രസമുണ്ട്. ബട്ട് എക്സ്പെക്ട് ചെയ്ത ഇപ്പോൾ പറഞ്ഞ BGM ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും കുറച്ചും കൂടെ ഈ ഒരു കോംബോ വീണ്ടും ഒന്നിക്കുമ്പോൾ. പിന്നെ നായകൻ ഒന്നുകൂടെ റീവർക്ക് ചെയ്തെടുത്ത പോലെയൊക്കെ ഫീൽ. ഫൈറ്റ് സീനില്ല. കമലഹാസൻ്റെ ഫ്ലെക്സിബിലിറ്റി നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷെ അത് ഈ പറയുന്ന കംപ്ലീറ്റ് ഫ്ലാറ്റ് ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് സിനിമ. സ്കോർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ടൈറ്റിൽ സ്കോറൊക്കെ അടിപൊളിയാണ്. ഐശ്വര്യലക്ഷ്മി കുറച്ച് നേരമുള്ളെങ്കിൽ പോലും പെർഫോമൻസ് വൈസ് അടിപൊളിയായിട്ടുണ്ട്. ജോജുവിൻ്റെ പെർഫോമൻസ് കൊള്ളാം, പുള്ളി അടിപൊളിയാണ്. പക്ഷേ ആ ഒരു സ്ക്രീൻ ടൈം വിചാരിച്ചോളം ഫീൽ കിട്ടിയില്ല. എന്നാലും സിനിമയിൽ ആ ഒരു പുള്ളിയുടെ ഒരു പ്രസൻസ് നന്നായിട്ടുണ്ട്. എന്തായാലും സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ്, മേക്കിംഗ് അടിപൊളിയാണ്. സിനിമയുടെ കാര്യം മേക്കിംഗ് ത്രൂ ഔട്ട് അടിപൊളിയാണ്. ഈ സ്ക്രിപ്റ്റാണ് ചില സ്ഥലത്ത് ഈ ലാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സ്ക്രിപ്റ്റിൻ്റെ ഒരു ഇത് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. കുറച്ച് നല്ല സ്ക്രിപ്റ്റ് ആവായിരുന്നു. കാര്യം ഇത്രയും നല്ലൊരു ടെംപ്ലേറ്റിൽ കാര്യങ്ങളൊക്കെ സിനിമ വരുമ്പോഴത്തേക്കും ആ ഒരു രീതിയിലേക്ക് വരായിരുന്നു. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. ആക്ഷൻ സീക്വൻസ് അടിപൊളിയാണ്. സിംബു ആക്ടിങ് അടിപൊളിയാണ്. സിംബുക്ക് ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ജോർജിൻ്റെ റിയാക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് അടിപൊളിയാണ്. പക്ഷെ എന്നാലും കുറേ പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയായിരിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. പതിവ് ഒരു മണിരത്നം സിനിമയുടെ ആ ഒരു പാറ്റേൺ തന്നെയായിരുന്നു. പതിവായിട്ട് മണിരത്നം അതാണ് ചെക്കച്ചിവന്തമാനം പോലെയാണ്. പക്ഷേ ഫ്രെയിമൊക്കെ അടിപൊളിയാണ്. പിന്നെ ബോറടിക്കൂല, കണ്ടിങ്ങനെ ഇരിക്കാം. സിംബുവിൻ്റെ അടിപൊളിയാണ്. സിനിമ തന്നെയാണ്. ഇതിൻ്റെ മ്യൂസിക് നമുക്ക് എടുത്തു പറയാം. ചുമ്മാ വാരി വരച്ചിട്ടുള്ള മ്യൂസിക് അല്ല, നമ്മളെ ബോറടിപ്പിക്കുന്ന സാധനമൊന്നുമല്ല. റഹ്മാൻ അതിൻ്റെ ആ ഒരു മൂഡ് പിടിച്ചു പോയിട്ടുണ്ട്. ഒരു പുതിയൊരു ജോണറിലേക്ക് പോകുന്ന രീതിയിലാണ് ചെയ്തത്. ഇതിൻ്റെ ഡയറക്ഷനും അടിപൊളിയാണ്. ക്യാമറ രവി കെ ചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്ക് കിടിലമാണ്. എന്തായാലും പടം ബ്ലോക്ക് ബസ്റ്റർ ആണെന്നുള്ള ഉറപ്പാണ്. കാരണം കമലഹാസനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് പ്രായമുണ്ട്. ആ പ്രായത്തിന് അതീതമായിട്ട് ഇങ്ങനെ അഭിനയിക്കാനുള്ള കഴിവ്, ഇതൊരു മാസ് ആക്ഷൻ അതുപോലെ തന്നെ ക്ലാസ്സൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയും അതുപോലെ മാസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമ തന്നെയാണ്. ഇത് ഹിറ്റ് സിനിമ തന്നെയാണ്. കാരണം ഒരു രക്ഷയില്ല. കമലഹാസൻ്റെ പെർഫോമൻസ് നമുക്ക് എടുത്ത് തന്നെ പറയേണ്ടി വരും. നല്ല സിനിമയാണ്. ഇത് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ചിമ്പു മലയാളത്തിൽ ചിമ്പുവിനെ കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയി. ചിമ്പു എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ ഒരു വിഭാഗം മാറ്റി നിർത്തപ്പെട്ട ഒരു നടനായിരുന്നു. പക്ഷേ എന്തായാലും ചിമ്പുവിൻ്റെ ഈ തമിഴ് ഇൻഡസ്ട്രിയിൽ ഇനി ചിമ്പു ഭരിക്കും എന്നതിനുള്ളത് ഒരു സംശയം വിചാരിക്കേണ്ട. ചിമ്പുവിനെ ഇങ്ങനെ അഭിനയിപ്പിക്കാനുള്ള കഴിവ് മണിരത്നം പോലുള്ള ബ്രില്യൻ്റ് ഡയറക്ടർമാരെ കയ്യിൽ കിട്ടുമ്പോഴാണ്. ആവറേജ് വേണം, ഇതില്ല. പിന്നെ എല്ലാവരും വിക്രമൊക്കെ പ്രതീക്ഷ പോയി. അതിൻ്റെ അത്ര ഒന്നുമില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അത് തന്നെ പഴയ കഥ തന്നെ. അത് പുതിയ രീതിയിൽ കാണിച്ചു. പിന്നെ പ്രെഡിക്റ്റബിൾ കഥയായിരുന്നു. അതാ സ്റ്റോറി ലൈൻ വെരി പ്രെഡിക്റ്റബിൾ ആയിരുന്നു. പിന്നെ വിഷ്വൽസ് ഒക്കെ നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ വിക്രമൊക്കെ പ്രതീക്ഷ പോയതാ. പക്ഷെ അതില്ല. STR വില്ലനീസ് നന്നായിട്ടുണ്ട്. പിന്നെ കമലഹാസൻ ആസ് ഓൾവേസ് നന്നായിരുന്നു. കുഴപ്പമില്ല, ഓളിനോട് കുഴപ്പമില്ല. പടം അത്രേ ഉള്ളൂ. നല്ല മൂവിയാണ്. അടിപൊളി. റഹ്മാൻ പൊളിച്ചു. ഭയങ്കര അടിപൊളി മ്യൂസിക്. പിന്നെ ഡയറക്ഷൻ അടിപൊളി. നമുക്ക് ഭയങ്കര ഫീലായിരുന്നു. ഇമോഷൻസ് ഉണ്ട്. കമലഹാസൻ്റെ നമുക്ക് 3 ഫേസ് കാണാൻ പറ്റും. ലൈക്ക് യങ് ആയിട്ടുള്ളവരുണ്ട്, മിഡിൽ ഏജ് ഉണ്ട്, ഫൈനൽ. ഭയങ്കര ക്ലാസ് ആയിരുന്നു. ഇമോഷൻസ് ഭയങ്കര കോമ്പിനേഷൻ. സിംബു, കമലഹാസൻ ആൻഡ് ജോജു സൂപ്പർ, ഒരു രക്ഷയില്ല. നല്ല സ്ക്രിപ്റ്റാണ്, ഡയറക്ഷൻ നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. തമിഴ് അറിയാത്തവർ സബ് ടൈറ്റിൽ കാണുക. നല്ലൊരു മൂവിയാണ്. എല്ലാവരും അങ്ങനെ പെർഫോം ചെയ്യുക. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. കമലഹാസൻ തകർത്തുണ്ട്. കിട്ടില്ല പെർഫോം.
ചിമ്പു എല്ലാവരും ജോജു എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല സ്ക്രിപ്റ്റാണ്, നല്ല ഡയറക്ഷൻ, നല്ല സ്റ്റോറി, ഒരു ബിട്രയൽ റിവെഞ്ച് ഫിലിമാണ്. ആക്ഷൻ ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഇത് ലാഗൊന്നുമില്ല. തമിഴ് അറിയാത്തവർ സബ്ടൈറ്റിലൂടെ കാണുക. എല്ലാം കൊണ്ടും നല്ലൊരു പടമാണ്.